Hi friends, DigiTech Malayalamത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം ഇന്നാണ് നമ്മൾ പുതിയതായിട്ടൊരു അൺബോക്സിങ് വീഡിയോ അതിൻ്റെ കൂടെ റിവ്യൂ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 3 ദിവസം കൊണ്ട് സാധനം ഡെലിവറി ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യാനുള്ള പ്രൊഫിഷ്യൻസി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഓൺലൈനിൽ പോയിട്ട് ഫ്ലിപ്കാർട്ട് ആമസോൺ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നൊക്കെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന പ്രൊഡക്റ്റ്. ഇത് ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അതിനു മുമ്പ് ഇങ്ങനത്തെ പാക്കിങ് സാധാരണ ലോക്ക്ഡൗണിന് മുമ്പൊക്കെ വരുന്ന അതേ ഒരു പാക്കിങ്ങിൽ തന്നെയാണ് സാധനം വരുന്നത്. അപ്പോൾ തുറക്കാനുള്ള കത്തി എൻ്റെ കയ്യിലില്ല. പെട്ടെന്ന് അപ്പോൾ നൈഫ് വെച്ച് നമ്മളിത് ഒന്ന് ഇത് മുറിച്ച് നോക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പാക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ സാധാരണ എങ്ങനെ ഫ്ലിപ്കാർട്ട് പ്രൊഡക്റ്റ് തരുന്നോ അതേപോലെ തന്നെയാണ് പ്രൊഡക്റ്റ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞങ്ങൾ മേടിച്ച ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതൊക്കെ ആയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫോൺ ഇതിലുണ്ട്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പാക്കിങ് തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ കീ സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് ബാക്കിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് 6.67 ഇഞ്ച് സ്ക്രീൻ, ക്വാഡ് ക്യാമറ സെറ്റപ്പ്, അതൊക്കെ ബാക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 120 Hz റിഫ്രഷ് റേറ്റും ഇത്രയും സെറ്റപ്പുള്ളൊരു ഫോൺ ഈ റേറ്റിനുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് വാങ്ങിക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഇത്രയും സ്പെസിഫിക്കേഷനുള്ളൊരു ഫോണിന് നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ തരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഇത് വാങ്ങിച്ചത്. നമുക്കപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് യെല്ലോ ബോക്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു യെല്ലോ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് മിക്കതും ഇതിൻ്റെ സ്ക്രീൻ ഗാർഡാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സിം ഇജക്ഷൻ ടൂൾ ഉണ്ട്. പിന്നെ അതിൻ്റെ യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് കവർ ഉണ്ട്. ബാക്ക് കവർ നമുക്ക് ട്രാൻസ്പാരൻറ്റ് ബാക്ക് കവറാണ് കിട്ടിയേക്കണത്. പിന്നെ നമുക്ക് നമ്മുടെ ബോക്സിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ ഇപ്പോൾ നോക്കണില്ല. പിന്നെ നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫോണിലേക്ക് മടങ്ങി വരാം. പിന്നെ നമുക്ക് ബോക്സിലൊരു നമ്മുടെ 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് യൂട്ടിലിറ്റി വരുന്നുണ്ട്, ചാർജറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ USB 3.0ൻ്റെ ഒരു USB കേബിളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചാർജായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി അത്യാവശ്യം ഡ്രെയിൻ ചെയ്യാണ്ട് പിടിച്ചേക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് നോക്കാം. അപ്പോൾ ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മിറർ ഫിനിഷ് പോലെ തന്നെയാണ് നമുക്കിവിടെ ബാക്കിൽ കിട്ടിയേക്കണത്. ബ്ലൂ കളറാണ് ഞാൻ ഓപ്റ്റ് ചെയ്താണത്. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബൾജായ പോലെ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഇവിടെ ശരിക്കും ബൾജൊന്നുമില്ല, സ്മൂത്ത് സർഫസാണ്. പിന്നെ നമുക്കിവിടെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് കാണാൻ പറ്റും. ഇപ്പോൾ 64 MP ഒരു വൈഡ് ക്യാമറയും അതുപോലെ തന്നെ 8 MP ഒരു ക്യാമറയും 2 MP മാക്രോ ലെൻസും പിന്നെ ഒരു 2 MP വൈഡുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ രണ്ട് സൈഡും ടെമ്പേർഡ് ഗ്ലാസ്സാണ്, ഗൊറില്ല ഗ്ലാസ്സാണ്. പിന്നെ നമുക്കിവിടെ 2 സെൽഫി ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, ഫുൾ ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമ്മുടെ ഫോണിൻ്റെ ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പവർ ബട്ടണും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ പവർ ബട്ടണിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്ലീക്ക് ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഇത് കുറച്ച് ബൾക്കി ആയിട്ട് തോന്നുന്നുണ്ട്, കുറച്ച് വെയിറ്റ് ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നെയിമൊക്കെ എഴുതി കാണിച്ച് ഓണായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വേറെ എന്തൊക്കെ ഇതിന് പറ്റുമെന്ന് നമുക്ക് ഇതിൻ്റെ കേപ്പബിലിറ്റി എന്തോരം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്കിവിടെ വരുന്നത് ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഡ്യുവൽ സിം സെറ്റപ്പ് ആണെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഫോണിൻ്റെ ഇനീഷ്യൽ സെറ്റപ്സൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇവിടെ സൈഡിൽ വരുന്നതിൽ നമ്മൾ വെക്കുമ്പോൾ തന്നെ നല്ല പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ മറ്റേ സാധാരണ വരാറുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറിനേക്കാളും കുറച്ചുകൂടി സ്പീഡുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ളൊരു ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ആപ്സൊക്കെ മാറ്റുമ്പോൾ നമ്മൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നൊരു ഇത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് 120 ഹെർട്സിൽ നിന്ന് 60 ഹെർട്സിലേക്ക് മാറ്റിയിടാനും പറ്റും. 120 ഹെർട്സിലിടുമ്പോൾ ബാറ്ററി കുറച്ച് ഡ്രെയിൻ ആവണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് 120 ഹെർട്സിൽ ബാറ്ററി പെട്ടെന്ന് ചാർജ് കഴിയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ വേറെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 6 GB റാം ഉണ്ട്. അതുപോലെ തന്നെ ഈ വേരിയൻറ്റ് 64 GB റോം വരുന്ന വേരിയൻ്റാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വില 16,999 ആണ്. അതുപോലെ തന്നെ 128 GB വേരിയൻറ്റും 256 GB വേരിയൻറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ക്യാമറ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് 64 മെഗാ പിക്സലിൻ്റെ ആ ഡെപ്ത്ത് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സോണിയുടെ ലെൻസ് ആയതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ഒരു ഡെപ്ത്ത് കാണിക്കാനുള്ള കാരണം. അപ്പോൾ പിന്നെ നമ്മുടെ സ്ക്രീനും അതുപോലെ തന്നെ LCD ആണെങ്കിലും നല്ലൊരു ഡെപ്ത്തുള്ള ഇമേജ് തന്നെ അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോൾ ഗെയിമിങ്ങിനൊക്കെ നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൽ ഇപ്പോൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു പെർഫോമൻസാണ് എനിക്ക് കിട്ടിയത് ഈ ഫോണിൽ നിന്ന്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഈ 120 ഹെർട്സിൽ ഇട്ടിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ഹീറ്റിംഗ് ഇഷ്യൂ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ്ങൊക്കെ നല്ല ഫാസ്റ്റ് ചാർജിങ്, നല്ല എഫിഷ്യൻ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോൺ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാൻ ഒബ്സർവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഭാരം ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാംസങ് ഫോൺസൊക്കെ ആണെങ്കിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ഫോൺസാണ്. പക്ഷേ ഇത് 202 ഗ്രാംസ് ഉണ്ട്. എന്നാലും കയ്യിലിരിക്കുമ്പോൾ കുറച്ച് ഭാരമുള്ള പോലെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ റേഷ്യോ പറഞ്ഞാൽ 20:9 ആണ്. അപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിൻ്റെ ഇവിടെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് ബ്ലാങ്ക് സ്പേസ് വരും. അപ്പോൾ നമുക്ക് വീഡിയോനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേയിൽ വരുന്ന ഒരു ഭാഗം നമുക്ക് ചില ഗെയിംസ് കളിക്കുമ്പോൾ അവിടെ വല്ല ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഓവറോൾ ഒരു നല്ല ഫോണായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു 6 GB റാമിൻ്റെ ഒരു സ്പീഡ് നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓണായി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും പെട്ടെന്നുള്ള സ്പീഡി റെസ്പോൺസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു അൺബോക്സിങ് പ്ലസ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫൈഡ് ആയിരിക്കും. വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോന് താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ഫോണിൻ്റെ മേടിക്കാനുള്ള ലിങ്ക് ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ടെക് വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെയും ഇറ്റ്സ് വി ടീം DigiTech Malayalam signing out. Tell me pretty lies, look me in the face, tell me that you love me, even if it's